ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ 2 സെഷനുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന കോൺസെപ്ച്വലി റിച്ച് ആയ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടായിരുന്നു. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് കൂളംസ് ലോ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇനി വരുന്ന ഇൻ ഫ്യൂച്ചർ നിങ്ങൾ ഇലക്ട്രിക് ചാർജുകളെ കുറിച്ചുള്ള പല കോൺസെപ്റ്റുകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വെച്ചിട്ടും അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്ന ആ ഒരു ഫോർമുലേഷൻ കൂടെ നിങ്ങൾക്ക് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന തിയറികളെല്ലാം വളരെ ക്ലിയർ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇന്ന് അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയ ടോപ്പിക്കിലേക്കാണ് നമ്മുടെ ഈ 3rd സെഷനിൽ നമ്മൾ കിടക്കുക. അതുകൊണ്ട് നമ്മൾ സ്ലൈഡിലേക്ക് നോക്കിയാൽ ഇന്ന് നമ്മൾ പോകുക എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും. സോ വി ക്യാൻ ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ചുമ്മാ ഇലക്ട്രിക് ഫീൽഡ് എന്ന് മാത്രം പറയുകയല്ല, അതിന്റെ ഫീൽഡ് ഇന്റൻസിറ്റി നമുക്ക് ന്യൂമറിക്കലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ അതിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടൊരു ഐഡിയ ആണ്. കാരണം നമ്മൾ കുളം ഫോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, കുളം ഫോഴ്സ് പറയുന്നത് എന്തായിരുന്നു? 2 ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സിനെ കുറിച്ചായിരുന്നു കുളം ഫോഴ്സ് പറഞ്ഞത്. സോ ഇവിടെ നിങ്ങൾ ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ മറ്റൊരു ചാർജ് ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ, ഒരു Q2 എന്ന് പറഞ്ഞ ഒരു ചാർജ് ഉണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കി അറിയാം, ഫസ്റ്റ് ചാർജ് ഇവിടെ ഇരിപ്പുണ്ട്, ദാറ്റ് ഈസ് Q1. ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ Q2 എന്ന് പറഞ്ഞൊരു ചാർജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ നോക്കി അറിയാം, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ചാർജ് ആൻഡ് സെക്കൻഡ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല, ബട്ട് R എന്ന് നിങ്ങൾക്ക് എടുക്കാം. സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ചാർജ് ആൻഡ് സെക്കൻഡ് ചാർജ് ഈസ് R എന്ന് നമുക്ക് എടുത്താൽ നമുക്ക് കൃത്യമായിട്ട് കൂളോം ഫോഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ വളരെ ബൈഹേർട്ട് ചെയ്ത ഫോഴ്സ് ഇക്വേഷൻ അറിയാം. ഫോഴ്സ് F is equal to 1/4πε0 Q1 Q2 by R². ക്ലിയർ ആണല്ലോ. ഇനി നമുക്കറിയാം, ഫോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ 2 ചാർജുകൾ വേണം. ഇവിടുത്തെ ഒന്നാമത്തെ ചാർജും വേണം, ഇവിടെ ഇരിക്കുന്ന രണ്ടാമത്തെ ചാർജും വേണം. ഫോഴ്സ് എക്സേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ചാർജുകൾ തമ്മിൽ, 2 പോസിറ്റീവ് ചാർജ് ആണ്, ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാം തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലിപ്പം കൃത്യമായുള്ള ഐഡിയ ആണ്. നമ്മൾ പല സെക്ഷനുകളായിട്ട് ഇത് പലപ്പോഴായിട്ട് പറയുന്നതുമാണ്. ക്ലിയർ ആണല്ലോ. പക്ഷെ എനിക്കിനി വേണ്ടത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡിനെ ഫോർമുലേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഐഡിയ എന്ന് പറയുന്നത്, 2 ചാർജ് ഉണ്ടെങ്കിൽ അവരുടെ ഫോഴ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്തേ, ഇവിടെ ഈ പി എന്ന് പറയുന്ന പോയിന്റിലെ രണ്ടാമത്തെ ചാർജ് ഇവിടെ ഇല്ലെന്നിരിക്കട്ടെ. ഇവിടെ രണ്ടാമത്തെ ചാർജ് ഇല്ലെന്ന് പറഞ്ഞാലും ഈ ഒന്നാമത്തെ ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉറപ്പായിട്ടും കാണും. കാരണം നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞായിരുന്നു, ഒരു ചാർജ് ഉണ്ടെങ്കിൽ അതിന് ചുറ്റും അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്കറിയാം, ഈ ഒരു ചാർജും രണ്ടാമത്തെ ചാർജും തമ്മിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യാനുള്ള അൾട്ടിമേറ്റ് റീസൺ എന്ന് പറയുന്നത് ആരാണ്? ഇവർക്ക് ഇൻ ബിറ്റ്വീൻ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ്. സോ നിങ്ങൾ ഐഡിയയിലോട്ടൊന്ന് വന്നേ. ഇവിടെ രണ്ടാമത്തെ ചാർജ് ഇല്ലെങ്കിലും, ഇവിടെ രണ്ടാമത്തെ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഒരു ചാർജിന് ചുറ്റും എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ശരിയാണല്ലോ. ഇനി ഈ ചാർജും ഇവിടെ വരാനിരിക്കുന്ന ചാർജും തമ്മിൽ ഫോഴ്സ് ഉണ്ടാവുന്നത് ഇവരുടെ 2 പേരുടെയും ഇലക്ട്രിക് ഫീൽഡുകൾ ഇന്ററാക്ട് ചെയ്തുമായിരിക്കും. നിങ്ങൾക്കറിയാം. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇവിടെ രണ്ടാമത്തെ പൊസിഷനിൽ ചാർജ് ഇല്ല. ചാർജ് ഇല്ലെന്നോർത്ത് ഒന്നാമത്തെ ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഇല്ലേ? ഉണ്ട്. ക്ലിയർ ആണല്ലോ. അതുകൊണ്ട് രണ്ടാമത്തെ ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ രണ്ടാമത്തെ ചാർജ് ഇല്ലെങ്കിൽ പോലും ഇവിടെ എക്സേർട്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ട്, ഇവിടെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഈ ചാർജിന് അറൌണ്ട് ആയിട്ട് അവിടെ ഉണ്ടായിരിക്കും. റേഡിയേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, രണ്ടാമത്തെ ചാർജ് വേണമെന്നുണ്ടോ? ഇലക്ട്രിക് ഫീൽഡ് വേണോ വരാനായിട്ട്? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചാർജിന്റെ ഡിസ്റ്റൻസ് അപ്പാർട്ട് പി എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 Q1 ഡിവൈഡഡ് ബൈ R². നമ്മുടെ ഫോഴ്സിന്റെ ഇക്വേഷൻ ഓർക്കണം, Q1 Q2 by R² എന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പറയുന്നു ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യാനായിട്ട് 2 ചാർജിന്റെ ആവശ്യമില്ല, ഒറ്റ ചാർജിന്റെ ആവശ്യമുള്ളൂ. സോ ഒന്നാമത്തെ ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1/4πε0 Q1 ഡിവൈഡഡ് ബൈ R² എന്നൊരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും, അതിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടുന്നത്. ഇതാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് വിളിക്കുന്നത്. ഐഡിയ വളരെ ക്ലിയർ ആണ്. ഫോഴ്സ് എക്സേർട്ട് ചെയ്യണമെങ്കിൽ 2 ചാർജ് വേണം. അതുകൊണ്ടാണ് ഫോഴ്സിന്റെ ഇക്വേഷനകത്ത് ന്യൂമറേറ്ററിനകത്ത് Q1 Q2 എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഒരു ചാർജ് മതി. അതുകൊണ്ട് അവിടെ Q1 Q2 വേണ്ട. ഫസ്റ്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ആണ് അറ്റ് എ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതെങ്കിൽ Q1 by R² മതി. ഇനി രണ്ടാമത്തെ ചാർജിന്റെ ആണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ Q2 ഡിവൈഡഡ് ബൈ R² മതി. അതുകൊണ്ട് ഫീൽഡ് ജനറേറ്റ് ചെയ്യാൻ ഒരു ചാർജ് മതി എന്നുള്ള ഒരു സിമ്പിൾ ഐഡിയ യൂസ് ചെയ്ത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിന്റെ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് നേരത്തെ അറിയാം. പോസിറ്റീവ് ചാർജിന്റെ ആണെങ്കിൽ റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും, നെഗറ്റീവ് ചാർജിന്റെ ആണെങ്കിൽ റേഡിയലി ഇൻവേർഡ് ആയിരിക്കും.
ഇനി രണ്ട് ചാർജുകൾ കൂടി ക്ലബ് ചെയ്ത് വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ആ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഇലക്ട്രിക് ഫീൽഡിന്റെ നമ്മൾ പറഞ്ഞായിരുന്നു the tangent gives the electric field, the direction of electric field at any point എന്നുള്ളൊരു കോൺസെപ്റ്റും നമ്മൾ പറഞ്ഞായിരുന്നു. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി കണ്ടുപിടിക്കുന്ന ഈ ഒരു മെത്തേഡ് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സ്ലൈഡിലോട്ട് നോക്കിയാൽ, അടുത്ത സ്ലൈഡിലേക്ക് നമ്മൾ വന്നാൽ ഇവിടെ നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഞാൻ വൺസ് അഗെയിൻ ഞാൻ ആ പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റിനെ മാറ്റിയിട്ട് ഞാൻ വേറൊരു Q2 എന്ന് പറഞ്ഞൊരു ചാർജിനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതിനാണ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ഫസ്റ്റ് ചാർജ് Q1 ആണ്, അതിന്റെ റേഡിയേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ നിൽപ്പുണ്ട്, പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. മറ്റൊരു Q2 എന്ന് പറയുന്ന ചാർജ്, അതിന്റെ ആർ ഡിസ്റ്റൻസ് അപ്പാർട്ട് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ആർ ഡിസ്റ്റൻസ് അപ്പാർട്ട് Q2 എന്ന് പറഞ്ഞ ചാർജ് വന്നു. നിങ്ങൾക്കറിയാം കുളൂം ഫോഴ്സ് വെച്ചിട്ട് ഇവർ റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയറും ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി ആ ഫോർമുലേഷൻ ശ്രദ്ധിച്ചേ. ഈ Q2 എന്ന് പറയുന്നതിന് ഞാൻ 1 യൂണിറ്റ് എന്ന് കൊടുത്തു. Q2 എന്ന് പറഞ്ഞാൽ രണ്ടാമത് വന്ന ചാർജിന്റെ ഞാനൊരു യൂണിറ്റ് ടെസ്റ്റ് ചാർജ്, എന്തിന്റെ യൂണിറ്റ് ആണെങ്കിലും നമ്മളറിയാം 1 നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ലെങ്തിനെ സെന്റിമീറ്റർ പറയുകയാണെങ്കിൽ അതിന്റെ ഒരു യൂണിറ്റ് എത്രയാന്ന് ചോദിക്കുകയാണ് 1 സെന്റിമീറ്റർ. നിങ്ങൾക്കറിയാം 50 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്ററിന്റെ 50 പ്രാവശ്യം ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ശരിയാണല്ലോ? സോ നമ്മുടെ ബേസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 സെന്റിമീറ്റർ ആണ്. നിങ്ങൾ മീറ്റർ പറയുകയാണെങ്കിൽ 1 മീറ്റർ, 10 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്ററിന്റെ 10 ടൈംസ് അത്രേ ഉള്ളൂ. അതുകൊണ്ട് Q2 എന്ന് പറയുന്നതിന് ഞാൻ എന്റെ യൂണിറ്റ് ചാർജ് എടുത്തു. ഇവിടെ നോക്കിയേ, ഇഫ് Q2 is equal to 1, Q2 1 ആണെങ്കിൽ നിങ്ങൾ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു നോക്കിയേ. ഫോഴ്സ് F is equal to 1/4πε0 Q1 into 1 by r square, that is 1/4πε0 Q1 divided by r square എന്ന് കിട്ടും. നേരെ താഴോട്ട് നോക്കിയേ, ഫോഴ്സ് F is equal to 1/4πε0 Q1 divided by r square. നോക്കിയേ, നമ്മുടെ തൊട്ട് മുമ്പ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ അതല്ലേ പറഞ്ഞേ? ഫോഴ്സ് ആണെങ്കിൽ 2 ചാർജ് വേണം, ഇലക്ട്രിക് ഫീൽഡ് ആണ് 1 ചാർജ് മതി എന്ന് പറഞ്ഞിട്ട് 1/4πε0 Q1 divided by r square എന്നല്ല പറഞ്ഞേ? ശരിയാണല്ലോ? ഇപ്പൊ ഇവിടെ നോക്കിയ ഫോഴ്സ് ഇക്വേഷൻ നിങ്ങൾക്ക് അത് തന്നെ കിട്ടി. എപ്പോഴാ ഫോഴ്സിന് ഇതേ ഇക്വേഷൻ കിട്ടിയെന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ സാധാരണ ഫോഴ്സ് ഇക്വേഷനകത്ത് ഈ രണ്ടാമത് വന്ന ചാർജ് യൂണിറ്റ് ചാർജ് ആണെന്ന് എടുക്കുവാണെങ്കിൽ അവിടെ Q2 1 ആവും. Q2 1 ആയി കഴിഞ്ഞാൽ 1/4πε0 Q1 divided by r square എന്ന് തന്നെ കിട്ടും. നോക്കിയേ, 1/4πε0 Q1 divided by r square എന്ന് തന്നെ കിട്ടും. നോക്കിയേ, ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് തന്നെ കിട്ടി? ഇലക്ട്രിക് ഫീൽഡ് എന്ന് തന്നെ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനെ ഒരു രീതിയിൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലിയർ ആണല്ലോ? താഴോട്ട് നോക്കിയേ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഒരു പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡിഫൈൻ ചെയ്യുക. പുതിയൊരു മെത്തേഡാണ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് അറ്റ് എ പോയിന്റ് can be defined as, എങ്ങനെ ഡിഫൈൻ ചെയ്യാം? The force acting on a unit test charge. ശ്രദ്ധിക്കണം, the force acting on a unit test charge due to the point charge. നോക്കിയേ, ഈ പോയിന്റ് ചാർജ് കാരണം ഒരു യൂണിറ്റ് ടെസ്റ്റ് ചാർജിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. കണ്ടോ? ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ നേരത്തെ തൊട്ട് മുമ്പെടുത്ത സൈഡ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടൊന്ന് ഡിഫൈൻ ചെയ്തായിരുന്നു മാഗ്നിറ്റ്യൂഡിനെ. ഇപ്പൊ ഞാൻ മറ്റൊരു രീതിയിൽ കൂടി ഇലക്ട്രിക് ഫീൽഡിനെ ഡിഫൈൻ ചെയ്യുകയാണ്. സോ ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് എങ്ങനെ കൂടി ഡിഫൈൻ ചെയ്യാം? ഒരു പോസിറ്റീവ് ചാർജിന്റെ അല്ലെങ്കിൽ ഒരു പോയിന്റ് ചാർജിന്റെ ആർ ഡിസ്റ്റൻസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഒരു പോയിന്റ് ചാർജിന്റെ ആർ ഡിസ്റ്റൻസ് അപ്പാർട്ട് ഒരു യൂണിറ്റ് ചാർജ് ഇരിക്കുവാണെങ്കിൽ ആ യൂണിറ്റ് ചാർജിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു, ഒരു പോയിന്റ് ചാർജിന്റെ ആർ ഡിസ്റ്റൻസ് അപ്പാർട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ആ പോയിന്റ് ചാർജിന്റെ ആർ ഡിസ്റ്റൻസ് അപ്പാർട്ട് ഒരു യൂണിറ്റ് ടെസ്റ്റ് ചാർജ് വെച്ചിരിക്കുവാണെങ്കിൽ അവിടുത്തെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണോ അത് തന്നെയായിരിക്കും അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ്. സോ ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ ഫോഴ്സിന്റെ ടേമിൽ ഡിഫൈൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇലക്ട്രിക് ഫീൽഡിന്റെ രണ്ടാമത്തെ ഒരു ഡെഫിനിഷൻ. ഒരുപക്ഷെ ഈ ഒരു സെഷനും കൂടെ വരുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഒരുപക്ഷെ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്തൊരു സ്ലൈഡിലോട്ട് പോയാൽ അഗെയിൻ നിങ്ങൾക്ക് അറിയാവുന്ന രണ്ട് ഇക്വേഷൻ ഞാൻ എഴുതി. ഫോഴ്സ് ആണെങ്കിൽ സം കോൺസ്റ്റന്റ് ഇൻറ്റു Q1 Q2 by r സ്ക്വയർ വരും. ഇലക്ട്രിക് ഫീൽഡ് ആണ്, ഒബിയസ്ലി നമുക്കറിയാം ഒരു ചാർജ് മതി ഇലക്ട്രിക് ഫീൽഡിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. സോ 1/4πε0 Q1 ഡിവൈഡഡ് ബൈ r സ്ക്വയർ മതി. ശരിയാണല്ലോ? നിങ്ങൾ നോക്കി ഇലക്ട്രിക് ഫീൽഡും ഫോഴ്സും തമ്മിൽ അപ്പൊ എന്താ ശരിക്കും റിലേഷൻ? ഇലക്ട്രിക് ഫീൽഡിലാണ് ഒരു ചാർജേ ഉള്ളൂ, ഫോഴ്സിലാണെങ്കിൽ 2 ചാർജ് ഉണ്ട്. ശരിയാണല്ലോ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കി,
ഇലക്ട്രിക് ഫീൽഡിനകത്ത് ഒരു ക്യൂ കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്നാ കിട്ടും? ഇവിടെ 2 ക്യൂ ആവും. 2 ക്യൂ ആയി കഴിഞ്ഞാൽ ആരായി? ഫോഴ്സ് ആയി. ശരിയാണല്ലോ. ഈ ക്വസ്റ്റൻ നോക്കിയേ, ഇലക്ട്രിക് ഫീൽഡിന്റെ 1/4πε0 Q1/r²നകത്ത് Q1ന്റെ ഇവിടെ ഒരു Q2 കൂടി ഇട്ട് കൊടുത്താൽ ഇലക്ട്രിക് ഫീൽഡ് നേരെ ഫോഴ്സ് ആയി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇലക്ട്രിക് ഫീൽഡിന്റെ കൂടെ ഒരു ക്യൂ കൂടി ഇട്ട് കൊടുത്താൽ ഫോഴ്സ് ആയി. ഇക്വേഷൻ കണ്ടോ? ഇലക്ട്രിക് ഫീൽഡിന്റെ കൂടെ ഒരു ക്യൂ കൂടി ഇട്ട് കൊടുത്താൽ, ഒരു ചാർജിനെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ദാറ്റ് ഗിവ്സ് ഫോഴ്സ്. സോ നിങ്ങൾ വളരെ ഫണ്ടമെന്റൽ, അതായത് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക്സ് നിങ്ങൾ ഇനി കണ്ടിന്യൂ ചെയ്ത് എന്നൊക്കെ ഫിസിക്സ് പഠിക്കുന്നുണ്ടോ അന്നൊക്കെ നമ്മൾ ഒരു ഫണ്ടമെന്റൽ ഇക്വേഷൻ ആയിട്ട് പറയാൻ പോകുന്ന ഇക്വേഷൻ ആണ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫോഴ്സ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. ദ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. F is equal to QE, the product of charge and electric field. ഉറപ്പായിട്ടും നിങ്ങൾക്കറിയാം ഇലക്ട്രിക് ഫീൽഡിന് ഡിറക്ഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഫോഴ്സിനും ഡിറക്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. Q എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് എപ്പോഴും ഓർത്തോണം, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ ഏതാണോ അതേ ഡിറക്ഷൻ തന്നെയായിരിക്കും ഫോഴ്സിന്റെ ഡിറക്ഷൻ. കാരണം നിങ്ങൾക്ക് ഇക്വേഷൻ അത് ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ Q കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. Qന് പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഡിറക്ഷൻ ഒന്നുമില്ല. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ ഏതാണോ അത് തന്നെയായിരിക്കും ഈ ഫോഴ്സിന്റെ ഡിറക്ഷനും. ക്ലിയർ ആണല്ലോ? അതിനകത്തൊന്നും നിങ്ങൾക്ക് എഴുതാം E is equal to Qനെ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ F divided by Q എന്ന് എഴുതാം. സോ ഇലക്ട്രിക് ഫീൽഡ് is equal to ഫോഴ്സ് ഡിവൈഡഡ് ബൈ ചാർജ് എന്നൊരു ഇക്വേഷൻ കിട്ടും. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ചാർജിന്റെ യൂണിറ്റ് കുളംബ് ആണ്. സോ ന്യൂട്ടൺ പെർ കുളംബ് ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ ഒരു യൂണിറ്റ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റേത് ന്യൂട്ടൺ പെർ കുളംബും ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അടുത്തൊരു ഇതിലോട്ട് പോയാൽ, ഹിയർ ഈസ് അവർ സെക്കൻഡ് ടാസ്ക്. എന്താണ് നമ്മുടെ സെക്കൻഡ് ടാസ്ക് എന്ന് ചോദിച്ചാൽ, ഒരു ചാർജ്ഡ് പാർട്ടിക്കിള് വേറൊരു ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിലോട്ട് കയറിയാൽ എന്ത് സംഭവിക്കുന്നു? ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക. ഒരു ചാർജ്ഡ് പാർട്ടിക്കിള് മറ്റൊരു ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിലോട്ട് എൻ്റർ ചെയ്താൽ എന്ത് സംഭവിക്കും? ഇത് വലിയൊരു ടാസ്ക് ആയിട്ട് നിങ്ങൾ കരുതണ്ട. നിങ്ങളിപ്പം ഈ മുമ്പുള്ള സെഷനുകൾ കൃത്യമായി ശ്രദ്ധിച്ചിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ ആൻസർ ഒരു ഫിഗറിൽ നിന്ന് ക്ലിയർ ആണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, നമുക്ക് F is equal to QE എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. തൽക്കാലം നിങ്ങൾ അത്ര ഒന്നും പോകണ്ട. നിങ്ങൾ ചുമ്മാ ഓർത്ത് നോക്കിയേ, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ ആയിരിക്കും? കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാം, റേഡിയലി ഔട്ട്വേർഡ് ഇങ്ങനെ ആയിരിക്കും. ശരിയാണല്ലോ? മറ്റൊരു പോസിറ്റീവ് ചാർജ് ഇതിലോട്ട് എൻ്റർ ചെയ്താൽ എന്ത് സംഭവിക്കും? 2 പോസിറ്റീവ് ചാർജാ. സോ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ എന്ത് സംഭവിക്കും? റിപ്പൽഷൻ ആയിരിക്കും. സോ നോക്കിയേ, ഇത് ഇങ്ങോട്ടേക്ക് വരുന്നത് ഇതേ ഡയറക്ഷൻ റിപ്പൽ ചെയ്തു പോകും. കണ്ടോ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ. നോക്കിയേ, പോസിറ്റീവ് ചാർജ് ഇട്ടിരിപ്പുണ്ട്, മറ്റൊരു നെഗറ്റീവ് ചാർജ് വന്നാൽ എന്ത് സംഭവിക്കും? ഇത് അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും. ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന ഒരു ഐഡിയ. ഇനി ഞാനൊന്ന് മാത്തമാറ്റിക്കലി ഇനി ഒന്ന് പറയുന്നതേ ഉള്ളൂ. നോക്കിയേ, പോസിറ്റീവ് ചാർജ് ലെഫ്റ്റിലോട്ട് പോയാൽ നെഗറ്റീവ് ചാർജ് റൈറ്റിലോട്ട് പോകും. ഞാൻ നിങ്ങളോട് ആദ്യം പോലെ പറയുന്നതാണ്, പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് നമ്മുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവരുടെ ബിഹേവിയർ ഡിഫറെന്റ് ആണെന്നുള്ളത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണിത്. പോസിറ്റീവ് ചാർജ് ലെഫ്റ്റിലോട്ട് പോയാൽ നെഗറ്റീവ് ചാർജ് അതേ കോണ്ടെക്സ്റ്റിൽ റൈറ്റിലോട്ടായിരിക്കും പോകുന്നത്. എത്രേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ താഴെ എഴുതി വെച്ചിരിക്കുന്നതുണ്ടോ, ദ ഇലക്ട്രിക് ഫോഴ്സ് F. ശ്രദ്ധിക്കണം, ദ ഇലക്ട്രിക് ഫോഴ്സ് F ആക്ടിംഗ് ഓൺ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ലൊക്കേറ്റഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഈ പോസിറ്റീവ് ചാർജ് ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡിലോട്ട് വരുമ്പോൾ അതിന്റെ ഫോഴ്സ് എങ്ങനെയാണെന്നാ പറയുന്നത്. ശ്രദ്ധിക്കണം, has the direction of electric field if the charge Q of the particle is positive. ഇത്രേ ഉള്ളൂ. വരുന്ന ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും പോകുന്നത്. ശരിയല്ലേ? ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡാ, ഇവനും അങ്ങനെ തന്നെയല്ലേ പോകുന്നത്. അപ്പൊ നോക്കിയേ, വരുന്ന ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ ഈ ചാർജ് പോകും. ഇപ്പുറത്ത് നോക്കിയേ, വരുന്ന ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും പോകുന്നത്. ഇവൻ അങ്ങോട്ട് അട്രാക്ട് ചെയ്യുമല്ലേ? അങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്ന നോക്കി, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് റേഡിയലി ഔട്ട്വേർഡ് ആണ്, അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്യാം, ഒരു പോസിറ്റീവ് ചാർജ് ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലും, ഒരു നെഗറ്റീവ് ചാർജ് ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും പോകും എന്നാണ് പറയുന്നത്. ഞാൻ പുതിയൊരു ടേമിൽ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇനി നിങ്ങൾ ഈ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നോക്കിയാൽ അറിയാം. ഇവിടെ നോക്കിയേ, Q പോസിറ്റീവ് ആണെങ്കിൽ, Q എന്ന് പറയുന്ന പോസിറ്റീവ് ആണെങ്കിൽ F ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നിങ്ങൾക്ക് അതേ പോസിറ്റീവ് തന്നെ ആയിരിക്കും. ദാറ്റ് മീൻസ് അവർ രണ്ടുപേരും ഒരേ ഡയറക്ഷൻ ആയിരിക്കും. ഇനി Q നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫോഴ്സും ഇലക്ട്രിക് ഫീൽഡ് നോക്കിയേ, ലെഫ്റ്റ് സൈഡ് പോസിറ്റീവ്, ഇവിടെ Q നെഗറ്റീവ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾക്ക് നെഗറ്റീവ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അതായത് ഇത് രണ്ടും ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് ഓർക്കുക, ഞാൻ നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന ഇതേ കാര്യം തന്നെ ഞാൻ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വെച്ചിട്ട് പറയുവാണ്. ഈ ഇക്വേഷനകത്ത് Q പോസിറ്റീവ് ആണെങ്കിൽ ഇക്വേഷൻ ലെഫ്റ്റും റൈറ്റും പോസിറ്റീവ് ആണ്. ദാറ്റ് മീൻസ് ഇത് രണ്ടും ഒരേ ഡയറക്ഷൻ ആയിരിക്കും, ഇലക്ട്രിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിലായിരിക്കും ചാർജ് പോവുക. Q നെഗറ്റീവ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് പോസിറ്റീവ് ആണ്, റൈറ്റ് സൈഡ് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുക.
ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാനതൊന്ന് പറഞ്ഞു നിർത്തിയെന്നേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഉടനെ തന്നെ അടുത്തൊരു സെഷനിൽ